നന്മ 24ലേക്ക് സ്വാഗതം. പെഹൽഗാമിലെ ദുരന്തം അല്ലെങ്കിൽ ഭീകരാക്രമണം നമ്മൾ കണ്ടു. അവിടെ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട രാജു വാഴക്കാലയാണ് നമ്മുടെ കൂടെ ചേരുന്നത്. രാജു വാഴക്കാലയ്ക്ക് ഒരുപാട് പറയാനുണ്ട്. രാജു വാഴക്കാലയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അവിടെ ആ മലകളുടെ മുകളിലൊക്കെ കയറി ആർമാദിക്കുന്നത് കണ്ടായിരുന്നു. ഒരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയായിരുന്നു. ആ ദിവസമാണ് ഇദ്ദേഹം അവിടെ ഉണ്ടായത്. ഏതായാലും തലനാരിഴക്കാണ് രാജു അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പം അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. നമുക്ക് ഏതായാലും രാജു വാഴക്കാലയുടെ അടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം. രാജു വാഴക്കാല, നമസ്കാരം. നന്മ 24ലേക്ക് സ്വാഗതം. താങ്കൾ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ആളാണ്. അതുകൂടെ നല്ലൊരു വിവരാവകാശ പ്രവർത്തകനാണ്. താങ്കളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക്, ഒരുപാട് ആൾക്കാർക്ക് ഈ പല രീതിയിലുള്ള വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം അവിടെ നേരിട്ട് പോയി കണ്ട അല്ലെങ്കിൽ അന്നത്തെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായും വിവരിക്കാൻ പറ്റും. അപ്പോൾ രാജു വാഴക്കാലയുടെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അവിടെ ഉണ്ടായത് എന്താണ്, എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ, അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്? നമ്മൾ കേട്ടിട്ടുണ്ട് സ്വർഗം എന്നൊക്കെ പറയുന്ന പോലെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഇടമാണ് അല്ലേ? കണ്ടപ്പോൾ അതല്ലേ? അപ്പം അന്ന് ഏതായാലും ഭീകരാക്രമണം നടന്നു. അതിൻ്റെ എന്തെങ്കിലും എന്താ നമ്മൾക്ക് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? ഭീകരാക്രമണം നടന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും എന്താ പറഞ്ഞ പ്രകൃതി സുന്ദരമായ സമാധാനത്തോടു കൂടിയുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ 17-ാം തീയതിയാണ് കാശ്മീർ ശ്രീനഗരത്തെ ഒരു 5 ദിവസത്തെ പാക്കേജുമായി ബന്ധപ്പെട്ട് വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കാനായിട്ട്. 21-ാം തീയതിയാണ് ഞങ്ങളവിടെ അവസാനമായിട്ട് ഈ പഹൽഗാമിൽ സന്ദർശിക്കുന്നത്. പഹൽഗാമിലേക്കുള്ള സ്ഥലത്ത് നിന്ന് 3 സ്ഥലങ്ങളിലേക്കുള്ള ഒരു വിനോദസഞ്ചാരികളാണ് കൊണ്ടുവന്നത്. അതായത് അരുവാലി, ബൈസൻ വാലി, ഈ ഭീകരാക്രമണം നടന്ന സ്ഥലം, പിന്നെ ചന്ദൻ വാലി. അപ്പോൾ 3 സ്ഥലങ്ങളിലേക്കും അന്ന് വൈകുന്നേരം 6 മണി വരെ ഞങ്ങൾ ആ പ്രദേശത്തുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സോമനാഥ് തീർത്ഥാടനത്തിന് പോകുന്ന ബേസ്മെൻറ്റിലെത്തി. അവിടെയാണ് ഞങ്ങൾ ഭക്ഷണം ആ നദിക്കരയിലിരുന്ന് കഴിച്ച്. അവിടെ നിന്നാണ് ഞങ്ങൾ മറ്റു വാഹനത്തിലേറി ഈ പ്രദേശങ്ങളിൽ 3 പോവുകയും അവിടെ നിന്ന് കാൽനടയായിട്ട് ഈ സംഭവം നടക്കുന്ന സ്ഥലത്തും മറ്റു സമീപ പ്രദേശങ്ങളെല്ലാം, അതായത് ഭൂമിയുടെ സ്വർഗം ഞങ്ങൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന കാശ്മീരാണ്. അത് യഥാർത്ഥത്തിൽ സ്വർഗം തന്നെയാണ്. ഏതൊരു ഇന്ത്യക്കാരനും നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് കാശ്മീർ എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മൾ കണ്ട് നമ്മൾ അനുഭവിക്കണം. അത്രയും പ്രകൃതി സുന്ദരമായ ഈ സ്ഥലത്തിന് വേണ്ടി തന്നെ ആയിരിക്കാം വർഷങ്ങളായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും ഈ പാകിസ്ഥാൻ ഇങ്ങനെ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങളും വളരെയേറെ നല്ല സ്നേഹത്തോടുകൂടി പെരുമാറുന്ന വെച്ചാൽ അവരെ ജീവനോപാധി തന്നെ ഈ ടൂറിസമായി, ഈ ടൂറിസം കേന്ദ്രത്തിൽ എത്തുന്നവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കൊടുക്കുക, അവരുടെ കച്ചവടം. അതാണ്, വേറെ മാർഗങ്ങളില്ല നമ്മൾ പോയപ്പോൾ കണ്ടത്. പിന്നെ ഉള്ളത് വളരെ അപൂർവം ആട് മേയ്ക്കുന്ന ഒരു ആൾക്കാരെയാണ് അവിടെ കണ്ടത്. അപ്പോൾ അവർക്ക് ഈ ടൂറിസം ഉണ്ടെങ്കിലേ കാശ്മീർ നിലനിൽക്കും അവിടുത്തെ ജനങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടൂറിസ്റ്റുകളോടൊക്കെ ഏറ്റവും നല്ല മാന്യമായ പെരുമാറുകയും നമ്മളോട് ഇടപെടുകയൊക്കെ ചെയ്യുന്നത് നമ്മളവിടെ കഴിഞ്ഞ 5 ദിവസത്തെ ആ കാശ്മീരിൽ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. ഈ പഹൽഗാം ആണെങ്കിലും സോൻമാർഗ് ആണെങ്കിലും മറ്റ് പ്രദേശങ്ങൾ, ഡാൽ തടാകത്തിൻ്റെ പ്രദേശം ആണെങ്കിലും മറ്റേ ശ്രീ ശങ്കരാചാര്യ ക്ഷേത്രത്തിനുള്ള എല്ലാ പ്രദേശങ്ങളിലുള്ള ഈ കച്ചവടക്കാരായിട്ട് അവിടുത്തെ ഈ സമീപ പ്രദേശവാസികൾ ഇടപെടുന്നത് നമുക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞങ്ങളന്ന് വൈകുന്നേരം 6 മണി വരെ ഈ ഭീകരാക്രമണം നടന്ന ബൈസൻ വാലിയിലെ പ്രദേശങ്ങളിലെല്ലാം ഞങ്ങളുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് അവിടെ ചെന്നു. ഊണിന് ശേഷം 3 പ്രദേശങ്ങളിലും നടന്നു. മറ്റുള്ളവരെല്ലാവരും കുതിരപ്പുറത്തൊക്കെ പോയപ്പോൾ ഞങ്ങൾ എല്ലാ പ്രദേശത്തും നടന്നു തന്നെയാണ് ഞങ്ങൾ പോയത് എല്ലായിടത്തും. എന്ന് വെച്ചാൽ അവർ പറയുന്ന പൈസ വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ ഈ കുതിരപ്പുറത്ത് ഈ ചെങ്കുത്തായ പ്രദേശത്ത് കൂടി പോകുമ്പോൾ നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകളുണ്ടാവും.
അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പഹൽഗാമിലാണെങ്കിലും മറ്റ് സ്ഥലങ്ങളിലാണെങ്കിലും സോൻമാർഗിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ നടന്ന് തന്നെയാണ് കയറിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടുത്തെ വിവിധ പ്രദേശങ്ങൾ ആസ്വദിക്കാൻ പറ്റി. ഒരു കുതിരപ്പുറത്ത് പോകുമ്പോൾ കുതിരയുടെ ആ ഒരു പ്രദേശത്ത് കൂടിയാണ് അവർ പോകുന്നത്. ഞങ്ങൾ നടന്നായപ്പോൾ പല മലകളിൽ കൂടിയൊക്കെ കയറി കണ്ട് ഞങ്ങൾ ആസ്വദിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ ഒരു സ്വർഗം നമ്മൾ അനുഭവിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ സർക്കാരിൻ്റെ കൂടുതലായിട്ടുള്ള സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ ആയുധമേന്തിയ പട്ടാളക്കാരൊക്കെ നിരവധി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പഹൽഗാമിലേക്ക് 3 വാലിയിലേക്ക് പോയപ്പോൾ ഈ സുരക്ഷാ ഭടന്മാരെ ഞങ്ങൾ കണ്ടില്ല. ചിലപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കും, കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു കുറവ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഈ ആസ്വാദനത്തിന് ഒരു കുറവുണ്ടായില്ല. അപ്പം ഇതില്ല, ഞങ്ങൾ ആസ്വദിച്ചു, ശരിക്ക് എല്ലാം ആസ്വദിച്ചു. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ഗവൺമെന്റും നമ്മുടെ അധികാരികളിലും ഡിഫൻസിനൊക്കെ അവിടുത്തെ ഇഷ്യൂസ് അറിയാം. നേരത്തെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പോയപ്പോൾ ഈ വാഹനം ഡ്രൈവർമാരോട് മറ്റുള്ള കച്ചവടമൊക്കെ ചോദിച്ചു പറഞ്ഞു, സാർ ഇവിടെ അങ്ങനെ ഒരു വിഷയവുമില്ല, ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ശരിയാണ്, ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഞങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെ വീട്ടിൽ അല്ലെ നാട്ടിൽ നടക്കുന്ന ഒരു പ്രതീതി തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഇത് ശരിക്കും ആ കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഭീകരവാദികൾ ഒരു സുരക്ഷയുടെ ഉദ്യോഗസ്ഥന്മാർ കുറവ് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കും അവർ ജനങ്ങളുടെ ജീവനിലവാരം വർദ്ധിക്കുന്നത്. കച്ചവടക്കാരും അതുപോലെ ടാക്സി അവരൊക്കെ അതെങ്ങനെയാണ് ജീവിക്കുന്നത്. കച്ചവടം ടാക്സി ഓടിക്കുന്ന കുതിര 10,500 കുതിരകൾ ഇവിടെ തന്നെയാണ്. എല്ലായിടത്തും കുതിരകളാണ് മെയിനായിട്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനം, ടാക്സിയിൽ നിന്നുള്ള വരുമാനം, കച്ചവടം, നമ്മൾ പോകുന്ന ടൂറിസ്റ്റുകൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും നമ്മൾ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കും. അപ്പം അതിലൂടെയൊക്കെ തന്നെയാണ് ഇവർ ജീവിത നിലവാരം. അവിടെ ഈ പറഞ്ഞ ഒളിത്താവളങ്ങൾ, വീടുകളിൽ അവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെ ഒളിത്താവളങ്ങളൊക്കെ ഒരുക്കുമായിരുന്നു എന്ന് പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറ്റം വന്നു. അവർക്ക് എന്താണ് കാശ്മീർ ഇപ്പം കൃത്യമായി ശാശ്വത നല്ല സമാധാനത്തോടെ പോകുമ്പോൾ ആളുകൾക്ക് ഈ ടൂറിസ്റ്റുകളൊക്കെ വന്നപ്പോൾ എല്ലാം ആ ഒരു നല്ല സമാധാന അന്തരീക്ഷത്തിലേക്ക് വന്നുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സുരക്ഷയുടെ കാര്യത്തിൽ ഒരു അല്പം ഇത് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇത്രയും ശാന്തതയിൽ വർഷങ്ങളായിട്ട് ടൂറിസ്റ്റുകൾ വന്നു പോയി ഒരു കുഴപ്പവും ഇല്ലാത്ത, ഒരു കല്ലുകടി പോലും ഇല്ലാത്ത കിടക്കുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അവിടുത്തെ ജനങ്ങളെല്ലാം ടൂറിസ്റ്റുകളോടൊക്കെ നല്ല മാന്യമായി പെരുമാറുന്നു, സ്നേഹത്തോടെ പെരുമാറുന്നു. അവർ നമ്മൾ അങ്ങോട്ടും വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മളോടൊക്കെ നല്ല, പ്രത്യേകിച്ച് മലയാളി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവർ നമ്മളോടൊക്കെ നല്ല സ്നേഹത്തോടൊക്കെ പെരുമാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അവരോട് ഒരു പ്രത്യേക വാത്സല്യം തോന്നുന്നു. അവർക്ക് ഞങ്ങളോടും പ്രത്യേക വാത്സല്യം. ഞങ്ങൾ താമസിച്ച ഹോം സ്റ്റേയിലാണെങ്കിലും ഞങ്ങൾ വന്ന ഡ്രൈവർ ആണെങ്കിലും ഒക്കെ ഞങ്ങളോടൊക്കെ നല്ല സ്നേഹത്തോടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പ്രദേശങ്ങളൊക്കെ കാണിച്ചു തരാനും ഒക്കെ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറകെ പോയവരോട് നമ്മൾ ചോദിച്ചപ്പോഴും പഹൽഗാം തൽക്കാലത്തേക്ക് അടച്ചിട്ട് ബാക്കി പ്രദേശങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും പഹൽഗാം തുറന്നു, അവിടെ സഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുകയായിട്ട് വീണ്ടും നമുക്ക് അവിടെ നിന്ന് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അത് കാണിക്കുന്ന വെച്ചാൽ ഈ കാശ്മീർ കാണേണ്ടതാണെന്നുള്ളൊരു ബോധം ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഉണ്ട്. ആ ഒരു സ്വർഗം കാണാനായിട്ടുള്ള ജനം വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഈ ടൂറിസം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ ജീവിതനിലവാരം വർദ്ധിക്കുന്നത്. മറ്റ് ജീവനോപാധികളൊന്നും നമ്മളവിടെ കാണാൻ കഴിയില്ല. അപ്പോൾ ഇനിയും അവിടെ ടൂറിസം വളരുകയും ചെയ്യണം. അങ്ങോട്ട് ജനങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഉള്ളവരൊക്കെ ജീവിതനിലവാരം വർദ്ധിക്കുകയുള്ളൂ. ഏതൊരു ഇന്ത്യക്കാരൻ ഞാൻ വീണ്ടും അടിക്കുറിപ്പിട്ട് പറയുന്നു, ഇന്ത്യക്കാരനും പോയി കാണേണ്ട, ആസ്വദിക്കേണ്ട, നിങ്ങളെ മലയാളികൾ പ്രത്യേകിച്ച് അവിടെ നിരവധി മലയാളികളെ ഞങ്ങൾ കണ്ടിരുന്നു. എണ്ണിയാ തീരാത്തവർ മലയാളികൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലെങ്കിലും പോയി കാണേണ്ട നമ്മുടെ ഭൂമിയിൽ സ്വർഗമാണ് കാശ്മീർ. പ്രത്യേകിച്ച് പഹൽഗാം ആണെങ്കിലും അരുവാലി ആണെങ്കിലും ഈ സോൻമാർഗ് ആണെങ്കിലും അവിടുത്തെ ടണൽ എല്ലാം പറഞ്ഞാൽ തീരത്ത് അത്രയും പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ അത് ഭീകരാക്രമണങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ എല്ലാം മാറി വീണ്ടും അവിടെ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പോയി ആസ്വദിക്കേണ്ട, അർമാദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കാശ്മീർ. തീർച്ചയായും നമുക്കെല്ലാം ആർമാദിക്കണം. ഇപ്പം രാജു വഴക്കാല പറഞ്ഞൊരു കേസ്, അവിടെയുള്ള ആളുകളുടെ ആ ഒരു സ്വഭാവം, നല്ല മനസ്സാക്ഷിയുള്ള, നല്ല പ്രവർത്തനം, നല്ലൊരു എന്താ പറയുക, മനുഷ്യരെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. നമ്മൾ കണ്ടതാണ് നമ്മുടെ മലയാളിയായിട്ടുള്ള രാമചന്ദ്രൻ, അദ്ദേഹം അത് മരണപ്പെട്ടതിന് ശേഷം
അദ്ദേഹത്തിന്റെ മകളും കൂടെ ഉണ്ടായിരുന്നു. ആ മകളുടെ നേർക്കും ഇവര് തോക്ക് ചൂണ്ടിയിരുന്നു. അപ്പോൾ അത്രയും അനുഭവം ഉണ്ടായിരുന്നു. മകളുടെ മുന്നിൽ വെച്ചാണ് രാമേന്ദ്രനെ വെടിവെച്ച് വീഴിക്കുന്നത്. അപ്പോൾ ഇതിനുശേഷം അവിടെയുള്ള ആളുകൾ തന്നെയാണ് സ്വന്തം സഹോദരനെ പോലെ രണ്ടുപേര് ഇപ്പം രാമേന്ദ്രന്റെ മകള് പറഞ്ഞതാണ്, 2 സഹോദരൻ എനിക്ക് അവിടെ ഉണ്ട് എന്നാണ് രാമേന്ദ്രന്റെ മകള് പറഞ്ഞത്. അത്രത്തോളം സ്നേഹമുള്ളവരാണ്, അവർക്ക് വേണ്ടി എല്ലാ സഹായവും ചെയ്ത ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ അത്രത്തോളം നല്ല മനുഷ്യ സ്നേഹികളാണ് അവിടെ ഉള്ളത്. അപ്പം ഈ ഭീകരവാദം ഒരു കാരണവശാലും അനുവദിച്ചുകൂടാ. അവിടെ കൂടി അവിടെ സുരക്ഷ, ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കൂടുതൽ ജനങ്ങൾ വരുന്നത് കൊണ്ട് സുരക്ഷ ശക്തമാണ്. മാത്രമല്ല ഇത്തരം പ്രദേശങ്ങളിൽ ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആശുപത്രിയിൽ എത്തിക്കാനോ രക്ഷപ്പെടുത്താനൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ട്. ഒന്നാമത് വാഹനങ്ങൾ പോകില്ല, കുതിരസവാരി എടുത്തുകൊണ്ട് പോകണം, പിന്നെ റോട്ടിൽ എത്രയെങ്കിൽ തന്നെ കിലോമീറ്ററുകൾ എത്തണം. പിന്നെ അതുപോലെ അവിടെ നമ്മളൊന്ന് അന്വേഷിച്ചപ്പോൾ അത്രയും ഈ ആശുപത്രികളൊക്കെ അത്രയും നല്ല ശക്തമായൊരു വലിയൊരു ബൃഹത്തായ ഒരു ആശുപത്രി ശൃംഖലയൊന്നും അവിടെ കണ്ടില്ല. അപ്പോൾ ഈ ഗതാഗത സൗകര്യങ്ങൾ ഒരു വളരെ പരിമിതമാണ് ഇത്ര ടൂറിസ്റ്റ് കേന്ദ്രം. അപ്പോൾ അതുകൊണ്ട് തന്നെ സുരക്ഷ ശക്തമായി വർദ്ധിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് ഈ ഒരു ആക്രമണം ഒരു ചൂണ്ടുവലക തന്നെയാണ്. അപ്പോൾ ഇത്രയും സമാധാനത്തോടെ പോയ പ്രദേശമായതുകൊണ്ട് തന്നെയാണ് സുരക്ഷയിൽ കുറവ് വന്നത്. അപ്പോൾ ഇനി അത് അനുവദിക്കാതെ അവിടെ വരുന്ന ടൂറിസ്റ്റുകൾ കൂടുതൽ അവരെ സന്തോഷത്തോടെ തിരിച്ചു വരാത്തൊരു ധൈര്യത്തോടെ അവിടെ ആസ്വദിക്കാനും കഴിയാവുന്ന രീതിയിലുള്ള സുരക്ഷ സർക്കാർ വർദ്ധിപ്പിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ടൂറിസം ഇനിയും വർദ്ധിക്കും, കൂടുതൽ ജനങ്ങൾ കാശ്മീർ ആസ്വദിക്കാൻ പോവുകയും ചെയ്യും. പിന്നെ ഒരുപാട് നിങ്ങളൊരു ടൂറിസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുടെ പ്രതികരണം എന്തായിരുന്നു? അത് ഞങ്ങൾ 21-ാം തീയതി വൈകിട്ട് 6 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ റൂമിലൊന്ന് 22-ാം തീയതി വെളുപ്പിനത്തെ ഫ്ലൈറ്റിനാണ് ഞങ്ങൾ തിരിച്ച് പോരുന്നത്. അപ്പോൾ 22-ാം തീയതി ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇരിക്കും. ഞങ്ങൾക്ക് പിന്നീട് കൊച്ചിയിലേക്കുള്ളത് 6:15. അപ്പോൾ അത്രയും നേരം എയർപോർട്ടിൽ ഇരിക്കായിരുന്നു. അവിടെയുള്ളവർ ഏറ്റവും വിഷയം എന്ന് വെച്ചാൽ അവിടെ ഈ പ്രീപെയ്ഡ് ഫോൺ കാശ്മീരിൽ വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് പറ്റുള്ളൂ. അപ്പോൾ എൻ്റെയൊക്കെ ഫോൺ ശ്രദ്ധിക്കണം, എൻ്റെയൊക്കെ പ്രീപെയ്ഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോസ്റ്റ് പെയ്ഡ് ആക്കാൻ നിന്നില്ല. അപ്പോൾ 6 ദിവസമെങ്കിലും ഫോൺ സമാധാനപരമായിട്ട് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ സംഭവം നടന്ന് നമ്മൾ എയർപോർട്ടിൽ നിന്നപ്പോൾ എൻ്റെ ഫോണിൽ റേഞ്ച് ഉണ്ടായിരുന്നില്ല. ഒരു 5-6 മണിയൊക്കെ ആയപ്പോഴാണ് ഈ റേഞ്ചിൽ ഇത് വന്നപ്പോൾ എൻ്റെ ഫോണിലേക്ക് മെസ്സേജുകൾ കാര്യങ്ങളും എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എവിടെയാണെന്ന്. അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഭീകരാക്രമണം ഉണ്ടായി, ഒരാൾ വെടിയേറ്റെന്നൊക്കെ നമ്മൾ കേട്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ നാട്ടിലെത്തി ഇവിടുത്തെ വാർത്തകൾ കേട്ടപ്പോഴാണ് അവിടുത്തെ ആ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലായത്, ഇത്രയും പേരും മരണപ്പെട്ടെന്നൊക്കെയുള്ള. അപ്പോൾ ഈ അവിടെയുള്ള ഈ ഫോണിൻ്റെ ഈ ഒരു അസൗകര്യം ഉണ്ട്. അപ്പോൾ അവിടെ പോകുന്നവർ പോസ്റ്റ് പെയ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്ന് പോസ്റ്റ് പെയ്ഡ് ആക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് പോസ്റ്റ് പെയ്ഡ് ആക്കി പോകണം. അപ്പോൾ ആ ഒരു അസൗകര്യം നമുക്കുണ്ട്. അപ്പൊ അത് പലരും നമ്മളെ വിളിക്കുമ്പോൾ കിട്ടാതെ ഒരുപാട് ചാനലുകാർ നിങ്ങളോട്ട് ബന്ധപ്പെട്ടു. ഞങ്ങൾ ഒരുപാട് ചാനലുകാർ ബന്ധപ്പെട്ടു. അപ്പൊ നമ്മൾ കൂടുതൽ വിഷയം അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കാതിരുന്നത്. നമ്മൾ അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് എന്തായാലും ഞങ്ങൾ എന്നെ ബന്ധപ്പെട്ട ചാനലുകാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഞങ്ങളവിടെ തലേദിവസം ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ശാന്തമായ ഒരു വിനോദ കേന്ദ്രം എല്ലാം ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ വൈകിട്ട് 6 മണിക്ക് തിരിച്ച് ശ്രീനഗറിലെ ഞങ്ങളുടെ റൂമിൽ വരികയും 22-ാം തീയതി വെളുപ്പിന് 5 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോരുകയും ചെയ്ത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായതൊക്കെ. പിന്നീടാണ് ഓരോ ദിവസം അവിടുത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങിയ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ ഇതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലായത്. നമ്മൾ ആ പ്രദേശത്താണല്ലോ കഴിഞ്ഞ ഒരു 6-8 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള 31ഓളം പേര്, വേറെ മറ്റു ടൂറിസ്റ്റുകളൊക്കെ നിരവധി പേരുണ്ടായിരുന്നു. ഇന്ത്യയിലുള്ള മുഴുവൻ സ്റ്റേറ്റുകളിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. എപ്പോൾ പോയാലും 10,000 പേര് അവിടെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഭീകരാവസ്ഥ പിന്നീടാണ് മനസ്സിലായത്. ഏതായാലും നമ്മുടെ അവിടുത്തെ അവസ്ഥ, ആ ഒരു ഭീകരാന്തരീക്ഷം നമ്മൾ കണ്ടതാണ്. ഇനി അവിടെ ശാന്തമായിരുന്നു. ഏതായാലും ഈ ഒരു ഭീകരാക്രമണം വന്നപ്പോൾ ആളുകൾക്ക് ഒരുപാട് ഭയം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ സ്ഥലം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു സ്വർഗത്തിൽ ഒക്കെ പോകുന്ന, അല്ലെങ്കിൽ സ്വർഗം എന്നൊക്കെ പറഞ്ഞ അതേപോലെ ഇവരെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, കാണാം. ഇവർ അന്നത്തെ എങ്ങനെയാണോ അന്ന് അവിടെ ഈ ഐസ് മലകളുടെ ഒക്കെ മുകളിൽ കയറി കളിക്കുന്നതും എല്ലാം വളരെ സന്തോഷം പങ്കിടുന്നതൊക്കെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. തീർച്ചയായും കാണുക. അതുപോലെ തന്നെ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? എങ്ങനെയാണ് അവിടെ ചെല്ലേണ്ടത്? എങ്ങനെയാണ് ഈ സ്ഥലത്ത് ചെല്ലുമ്പോൾ നടന്നു പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കുതിരയ്ക്ക് പോകേണ്ടി വരുമോ? എങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇപ്പം അനുഭവം വെച്ചു? ഇപ്പം ഞങ്ങൾ ടൂർ പാക്കേജുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നമ്മൾ വാഹനം എത്തിച്ചിട്ട് പിന്നെ ഈ പെഹൽഗാമിൽ ചെന്നാലും
സോനാമാർഗിൽ ചെന്നാലും എല്ലായിടത്തും കുതിരകളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെ നമ്മൾ നടന്നു പോകണം, വാഹനം പോകില്ല. അപ്പം ഞങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഞങ്ങളൊരു 8 പേര് 2-3 ഫാമിലികൾ ഞങ്ങൾ നടന്നു തന്നെ കയറി. നമ്മളിവിടെ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പിന്നെ അത്രയും പൈസ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലില്ലാത്തതും ഒരു കാരണമാണ്. പിന്നെ നമ്മളിങ്ങനെ കയറി നടന്നു പോകുമ്പോൾ നമുക്ക് എല്ലാം കാണാം, നമ്മുടെ ഇഷ്ടത്തിന് നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോ ചെയ്യാം, റീൽസ് ചെയ്യാം, ഡാൻസ് കളിക്കാം. അപ്പൊ അങ്ങനെ കൂടെയുള്ളവരെല്ലാം ചെയ്തുകൊണ്ടാണ് ഏറ്റവും നല്ലത്. പിന്നെ കുതിരപ്പുറത്ത് പിന്നെ നമുക്കറിയാം ഒരു പ്രായമായവരൊക്കെ നമുക്ക് നടുവിനൊക്കെ ഈ എന്താണ് ചെങ്കുത്തായ സ്ഥലം കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നടന്നു പോയിച്ചിട്ട് റിസ്ക് എടുത്താൽ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം ആസ്വദിക്കാൻ പറ്റും. നമുക്ക് ഫോട്ടോ എടുക്കുക, റീൽസ് എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ മഞ്ഞിൽ പോയി കളിക്കുക, അതെല്ലാം ചെയ്യാം. അപ്പൊ പോകുന്നവരിപ്പോൾ അവിടെ കഴിഞ്ഞു, അവിടുത്തെ ഭീകരാക്രമണം കഴിഞ്ഞു, ഇപ്പോൾ വീണ്ടും വന്ന് ശാന്തതയിലേക്ക് വീണ്ടും സാധാരണ രീതിയിലേക്ക് വന്നു. അപ്പോൾ മലയാളികളായാലും എല്ലാവരും ഒരു ഭയം കൂടാതെ ഇപ്പോൾ സർക്കാരുകളെല്ലാം അവിടെ നല്ല സുരക്ഷയൊക്കെ ഏർപ്പെടുത്തിയതായിട്ടാണ് അറിയുന്നത്. അപ്പോൾ എല്ലാവരും കാശ്മീർ ഒരിക്കലും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. സ്വർഗം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും എന്താണെന്ന് ആ പ്രകൃതി ഭംഗിയൊക്കെ അവിടെ ചെല്ലുമ്പോഴാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് കാശ്മീരിലേക്ക് പോകണമെന്ന് തന്നെ ഇനിയും എനിക്കൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടൊരു സാഹചര്യം ഇനിയും പോകാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലം ഇനിയും കാശ്മീർ, ഇനിയും സാഹചര്യം കിട്ടി ഞാൻ പോകും. ആ ഒരു ഇപ്പോഴും ആ മനസ്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ടില്ല. ഇപ്പോഴും ആക്രമണം നടന്നിട്ടുണ്ടെങ്കിലും മനസ്സിപ്പോഴും കാശ്മീർ തന്നെ, ആ ഒരു പ്രകൃതി രമണീയമായ പ്രദേശത്താണ് ഇപ്പോഴും. അത് ആസ്വദിച്ച് കഴിഞ്ഞിട്ടില്ലെന്ന് തന്നെ പറയും. ഇനിയും പ്രദേശമുണ്ട്. അപ്പം ഇനിയും രാജു വാഴക്കാലൊക്കെ പോകാൻ ആഗ്രഹമുണ്ട് അവിടെ. അപ്പം എല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പം ഏതായാലും ഭീകരാക്രമണം നടന്നു, അതിനെക്കുറിച്ച് ഗവൺമെൻറ്റും സൈനികരെല്ലാം അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെയുള്ള ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞു, വളരെ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു സ്ഥലം എല്ലാവരും ഒന്ന് പോയി കാണണം കേട്ടോ. ഇപ്പോഴത്തെ അനുഭവമൊക്കെ നമുക്ക് കുറച്ച് മറക്കാൻ പറ്റുന്നതല്ല. ഒന്നും സംഭവിച്ചു പോയി, ഇനി അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട അധികാരികൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.